കേരളത്തിൽ ഇത്തവണ ഭരണമാറ്റം ഉണ്ടാകുമെന്ന ശക്തമായ വിലയിരുത്തലുകൾക്കിടയിൽ കോൺഗ്രസ് പാളയത്തിൽ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. UDF അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന വിശ്വാസം നേതാക്കൾക്കിടയിൽ ഗ്രൂപ്പ് പോർ വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. മുഖ്യമന്ത്രി പദത്തിനായി പ്രമുഖ നേതാക്കൾ നടത്തുന്ന കരുനീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ ഒരു ത്രികോണപ്പോരിന് വഴിമരുന്നിട്ടിരിക്കുന്നു. LDF സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്നും ഭരണ തുടർച്ച എന്ന ഇടതു സ്വപ്നം തകരുമെന്നുമാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. ഈ പ്രതീക്ഷയാണ് ഫലം വരും മുൻപേ മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ നേതാക്കളെ പ്രേരിപ്പിക്കുന്നത്. പരമ്പരാഗതമായ AI ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം പുതിയ അധികാര കേന്ദ്രങ്ങൾ കോൺഗ്രസിൽ രൂപപ്പെട്ടതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഡൽഹിയിലെ സ്വാധീനം ഉപയോഗിച്ച് KC വേണുഗോപാൽ നടത്തുന്ന നീക്കങ്ങളും നിയമസഭയിലെ പോരാട്ടവീര്യം ഉയർത്തിക്കാറ്റി VD സതീശൻ നടത്തുന്ന നീക്കങ്ങളും പാർട്ടിക്കുള്ളിലെ ഐക്യത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പരിചയസമ്പന്നനായ രമേശ് ചെന്നിത്തലയും മത്സരരംഗത്ത് സജീവമായതോടെ നേതൃത്വ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമായി. ജനവിധി അനുകൂലമാണെങ്കിൽ ആര് നയിക്കണമെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന് കൃത്യമായ സൂചന നൽകാനാണ് ഓരോ പക്ഷവും ശ്രമിക്കുന്നത്. MPമാരും MLAമാരെയും അണിനിരത്തി നടത്തുന്ന ഈ സമ്മർദ്ദ തന്ത്രങ്ങൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമായിരിക്കും. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായി അറിയപ്പെടുന്ന KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് മുഖ്യമന്ത്രി പദവി ലക്ഷ്യമിട്ട് തിരിച്ചെത്തുന്നത് വ്യക്തമായ തന്ത്രങ്ങളോടെയാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി ഹൈക്കമാൻഡിൽ നിന്നുള്ള നേരിട്ടുള്ള പിന്തുണയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. AICC ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് പാർട്ടിയുടെ ദേശീയ നയരൂപീകരണത്തിന് പങ്കാളിയായ KC വേണുഗോപാലിന് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുടെ പൂർണ്ണ വിശ്വാസമുണ്ട്. സ്ഥാനാർത്ഥി നിർണയം മുതൽ പാർട്ടിയിലെ നിർണായക അഴിച്ചുപണികൾ വരെ KC വേണുഗോപാലിന്റെ കൈകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സ്വാധീനം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ തനിക്ക് അനുകൂലമാക്കാൻ വേണുഗോപാൽ പക്ഷം ശ്രമിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാരിൽ ഭൂരിഭാഗവും KC വേണുഗോപാലിനോട് ചായ്വുള്ളവരാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ആഭ്യന്തര കരുത്ത്. കേരളത്തിലെ MPമാരെ ഡൽഹിയിൽ എത്തിച്ച് തനിക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. KPCC അധ്യക്ഷൻ K സുധാകരൻ വഴി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇപ്പോഴത്തെ പ്രധാന നീക്കം. ഐ ഗ്രൂപ്പിലെ ഒരു വിഭാഗം നേതാക്കളെയും തന്നോടൊപ്പം നിർത്താൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു. കേരളത്തിൽ ഗ്രൂപ്പ് പോരുകൾ നിലനിൽക്കുമ്പോൾ ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ഹൈക്കമാൻഡ് പ്രതിനിധി എന്ന പ്രതിച്ഛായ KC വേണുഗോപാലിനുണ്ട്. രാജസ്ഥാൻ, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രതിസന്ധികൾ പരിഹരിച്ച അനുഭവ സമ്പത്ത് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ തനിക്ക് അർഹത നൽകുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. വേണുഗോപാലിന്റെ ഈ കരുനീക്കങ്ങൾ പലപ്പോഴും മറ്റു ഗ്രൂപ്പുകളെ ചൊടിപ്പിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ വരുന്ന പല വിമർശനങ്ങളും വ്യാജ ഐഡികൾ ഉപയോഗിച്ച് എതിർ ഗ്രൂപ്പുകൾ പടച്ചുവിടുന്നതാണെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭയിൽ പ്രതിപക്ഷത്തെ നയിച്ചതിലൂടെ പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും മികച്ച പ്രതിച്ഛായ നിർമ്മിച്ചെടുക്കാൻ VD സതീശന് സാധിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങൾക്കും ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും ഉപരിയായി തനിക്കൊപ്പമുള്ള MLAമാരുടെ എണ്ണം നിരത്തി അധികാരം ഉറപ്പിക്കാനാണ് സതീശൻ പക്ഷം ശ്രമിക്കുന്നത്. അഴിമതി ആരോപണങ്ങളിലും നിയമപരമായ വിഷയങ്ങളിലും സർക്കാരിനെതിരെ സഭയ്ക്കുള്ളിൽ VD സതീശൻ നടത്തിയ പോരാട്ടങ്ങൾ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകി. കോൺഗ്രസിലെ യുവ MLAമാർക്കിടയിൽ സതീശന് വലിയ സ്വാധീനമുണ്ട്. പാർട്ടിയുടെ നവീകരണത്തിലും ക്രിയാത്മകമായ പ്രതിപക്ഷ പ്രവർത്തനത്തിലും സതീശൻ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും. താനൊരു പ്രത്യേക ഗ്രൂപ്പിന്റെ മാത്രം നേതാവല്ലെന്നും പാർട്ടിയെ ആകെ നയിക്കാൻ പ്രാപ്തനാണെന്നും തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതിലൂടെ എതിർ ഗ്രൂപ്പിലെ പല MLAമാർക്കും തനിക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന ശക്തമായ അവകാശവാദമാണ് സതീശൻ പക്ഷം ഉയർത്തുന്നത്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഭൂരിപക്ഷം MLAമാരുടെ പിന്തുണ ഉറപ്പാക്കി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനാണ് അദ്ദേഹത്തിന്റെ നീക്കം. MLAമാരുടെ പിന്തുണ തന്റെ പക്ഷത്താണെന്ന് ബോധ്യപ്പെടുത്തി ഹൈക്കമാൻഡിനെ കൊണ്ട് അനുകൂല തീരുമാനം എടുപ്പിക്കാൻ സതീശൻ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. ഹൈക്കമാൻഡ് പ്രതിനിധികൾ അഭിപ്രായം തേടുമ്പോൾ MLAമാർ സതീശന്റെ പേര് നിർദ്ദേശിക്കുമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. സോഷ്യൽ മീഡിയയിൽ VD സതീശന് ലഭിക്കുന്ന വൻ പിന്തുണയും ഈ ചർച്ചകളിൽ നിർണായകമാണ്. സതീശനെ അനുകൂലിച്ചും മറ്റു നേതാക്കളെ വിമർശിച്ചും വരുന്ന കമന്റുകൾ KC വേണുഗോപാൽ പക്ഷത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം കമന്റുകളുടെ ഉറവിടം പരിശോധിക്കാനും വ്യാജ ഐഡികളാണോ ഇതിന് പിന്നിലെന്ന് കണ്ടെത്താനും എതിർവിഭാഗം നീക്കം നടത്തുന്നുണ്ട്. ഇത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം സൈബർ യുദ്ധത്തിലേക്ക് മാറിയതിന്റെ സൂചനയാണ്. പുതുതലമുറ നേതാക്കൾക്കിടയിൽ തർക്കം മുറുകുമ്പോൾ പക്വതയുള്ള നേതൃത്വം എന്ന നിലയിൽ തന്റെ പ്രസക്തി വീണ്ടും തെളിയിക്കാനാണ് രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നത്. കളത്തിൽ താൻ ഉണ്ടെന്ന വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ട് ചെന്നിത്തലയുടെ അനുകൂലികൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ സജീവമായി രംഗത്തുണ്ട്. ASU പ്രസിഡന്റ് മുതൽ AICC അംഗം വരെയും സംസ്ഥാന ആഭ്യന്തര മന്ത്രി മുതൽ പ്രതിപക്ഷ നേതാവ് വരെയുമുള്ള ചെന്നിത്തലയുടെ ഔദ്യോഗിക ജീവിതം അദ്ദേഹത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. KC വേണുഗോപാലും VD സതീശനും തമ്മിലുള്ള പോര് മുറുകുമ്പോൾ അനുഭവ സമ്പത്തുള്ള ഒരാളെന്ന നിലയിൽ ഹൈക്കമാൻഡ് തന്നെ പരിഗണിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഐ ഗ്രൂപ്പിന്റെ അനിഷേധ നേതാവെന്ന നിലയിൽ ഇപ്പോഴും പാർട്ടി സംവിധാനത്തിൽ ചെന്നിത്തലയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ഗ്രൂപ്പ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അദ്ദേഹത്തിന്റെ പക്ഷം സ്വീകരിക്കുന്നത്. നേതാക്കൾ തമ്മിലുള്ള തർക്കം ഇപ്പോൾ സൈബർ ഇടങ്ങളിലും വ്യാപിച്ചിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് KC വേണുഗോപാലിനെതിരെ സോഷ്യൽ മീഡിയയിൽ വരുന്ന മോശം കമന്റുകൾക്ക് പിന്നിൽ വ്യാജ ഐഡികളാണെന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. VD സതീശനെ അനുകൂലിക്കുന്ന സൈബർ പോരാളികളുടെ ഉറവിടം പരിശോധിക്കാൻ KC പക്ഷം ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.
നിലവിൽ ആരെയും മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാതെ തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കാം അന്തിമ തീരുമാനം. ഭരണം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആര് മുഖ്യമന്ത്രിയാകണമെന്നത് എംഎൽഎമാരുടെ പിന്തുണയും ഹൈക്കമാൻഡിന്റെ താല്പര്യവും അനുസരിച്ചായിരിക്കും. ഈ പടയൊരുക്കം പാർട്ടിയുടെ വിജയത്തെ ബാധിക്കുമോ അതോ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുമോ എന്നത് മെയ് മാസത്തിലെ ജനവിധി വ്യക്തമാക്കും.